നാടും നഗരവും തെരുവ് നായ്ക്കളുടെ ആക്രമണ ഭീതിയിൽ കഴിയുമ്പോൾ സ്നേഹം കൊണ്ട് മനുഷ്യരെ തോൽപ്പിക്കുകയാണ് നടരാജൻ എന്ന തെരുവ് നായ. ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ട പുലിപ്രാഞ്ചി എന്ന ചൂണ്ടൽ പുലിക്കോട്ടിൽ ഫ്രാൻസിസിന്റെ ജീവിതത്തിലേക്ക് നടരാജൻ എന്ന ഈ തെരുവ് നായ എത്തിയത് സിനിമാ കഥയെ വെല്ലുന്ന രീതിയിലാണ്. ഭാര്യയുടെ മരണത്തോടെ ഏകനായി അന്തിയുറങ്ങാൻ കൂര പോലുമില്ലാത്ത പുലിപ്രാഞ്ചി കഴിഞ്ഞ 6 വർഷത്തോളമായി ചൂണ്ടൽ ജംഗ്ഷനിലുള്ള ലത്തീഫിന്റെ കായ മാർക്കറ്റിന്റെ കാവൽക്കാരനാണ്. പകൽ നേരങ്ങളിൽ ലോട്ടറി വിറ്റും ഇടനേരങ്ങളിൽ കടവരാന്തകളിൽ വിശ്രമിച്ചും കഴിയുന്ന ഈ 68കാരൻ രാത്രിയിൽ കായക്കടയുടെ മുന്നിൽ കാവൽക്കാരനായി കിടന്നുറങ്ങും. ഈ ഓണക്കാലത്ത് കാഴ്ചക്കുലകൾ നിരത്തിക്കിട്ടിയ കായക്കടയിലേക്ക് അർദ്ധരാത്രി ചെറുലോറിയുമായി കാഴ്ചക്കുലകൾ മോഷ്ടിക്കാനെത്തിയ സംഘത്തെ ഈ തെരുവ് നായ തുരത്തി ഓടിച്ചതോടെയാണ് മുത്തശ്ശി കഥയിലെന്ന പോലെ ഇരുവരും ചങ്ങാതിമാരാകുന്നത്. ഇതോടെ സ്നേഹം നിറഞ്ഞ ഒരുപിടി ഭക്ഷണം നൽകി നടരാജൻ എന്ന് പേരിട്ട് പ്രാഞ്ചി വിളിച്ചപ്പോൾ നന്ദിയോടെ അവൻ വാലാട്ടി കുരച്ചു. പിന്നീടുള്ള ഇരുവരുടെയും ജീവിതം ഒന്നിച്ചായെന്നാണ് പ്രാഞ്ചി പറയുന്നത്. പ്രാഞ്ചിയും നടരാജനും തമ്മിലുള്ള ഇഷ്ടവും കൂട്ടുകൂടലുമെല്ലാം നാട്ടുകാർക്ക് ഇപ്പോൾ കൗതുകമാണ്. ജീവിതത്തിൽ താൻ ഒറ്റപ്പെട്ടതെങ്ങനെയെന്നും മക്കൾ എവിടെയെന്നും വെളിപ്പെടുത്താൻ മടിക്കുന്ന പ്രാഞ്ചിക്ക് നടരാജൻ ഇപ്പോൾ മകനെ പോലെയാണെന്ന് പറയുന്നു. പേര് വിളിക്കുമ്പോൾ സ്നേഹത്തോടെ ഈ തെരുവ് നായ പ്രാഞ്ചിയുടെ അടുത്ത് ചെന്നിരിക്കും. രാവും പകലുമില്ലാതെ നടരാജന്റെ നടപ്പും ഇരിപ്പും കിടപ്പും യാത്രയുമെല്ലാം പ്രാഞ്ചിക്കൊപ്പം തന്നെ. ഇപ്പോൾ പ്രാഞ്ചിയുടെ ഭക്ഷണത്തിന്റെ ഒരു പങ്ക് നടരാജനുള്ളതാണ്. ഒരാഴ്ച മുൻപ് കുന്നംകുളത്തിന് പോകാൻ പ്രാഞ്ചി സ്വകാര്യ ബസ്സിൽ കയറിയപ്പോൾ പിൻഡോറിലൂടെ നടരാജനും കയറിക്കൂടി. പുറത്തിറക്കാനാവുന്നതും ശ്രമിച്ചിട്ടും നടന്നില്ല. ഒടുവിൽ പ്രാഞ്ചി ബസ്സിൽ നിന്നിറങ്ങിയതോടെയാണ് നടരാജനും പുറത്തിറങ്ങിയത്. പലരും ഭക്ഷണം നൽകുന്നുണ്ടെങ്കിലും നടരാജന് കൂടുതൽ ഇഷ്ടം പ്രാഞ്ചിയോട് മാത്രമാണ്. നടരാജനെ വളരെയധികം സ്നേഹിക്കുന്ന പുലിപ്രാഞ്ചിയെ നാട്ടുകാർ ഇപ്പോൾ നായപ്രാഞ്ചി എന്നുകൂടി വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് തനിക്കേറെ അഭിമാനമാണെന്നാണ് പ്രാഞ്ചിയുടെ പക്ഷം. TCV ന്യൂസ്.